പോളിംഗ് ഒക്കെ തന്നെ പൂർത്തിയായി തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ക്യാമ്പുള്ളത്. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വഴിക്കടവ് പഞ്ചായത്തിലും അതുപോലെ തന്നെ മൂത്തേടത്ത് ഉൾപ്പെടെ മൃഗീയ ലീഡ് ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെ പോളിങ്ങിന് ശേഷവും അതിൻ്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ പഞ്ചായത്തുകളും UDF ലീഡ് ചെയ്യും. വഴിക്കടവും മൂത്തേടവും ഒരു നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. എല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണിത്. കണക്കുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ കേരള രാഷ്ട്രീയം നിലമ്പൂരിലേക്ക് മാറുന്നൊരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പും പൂർത്തിയായി, പോളിംഗും പൂർത്തിയായി. ഇനി ജനവിധിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ജനവിധി കൂടിയാണല്ലോ. അതെ, തീർച്ചയായിട്ടും ഈ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നൊരു ജനവിധി. കാരണം എന്താ വെച്ചാൽ തൃക്കാക്കര UDF ഒരു വലിയ ഭൂരിപക്ഷം നേടിയപ്പോഴും അത് UDFന് സിറ്റിംഗ് സീറ്റാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാലക്കാട് 3000-ൽ നിന്ന് 18,000-ആയി വർദ്ധിപ്പിച്ചപ്പോഴും അത് സിറ്റിംഗ് സീറ്റാണെന്ന് പറഞ്ഞു. പുതുപ്പള്ളി 7,000-ൽ നിന്ന് 37,000-ആയി വർദ്ധിപ്പിച്ചപ്പോഴും അതും സിറ്റിംഗ് സീറ്റാണെന്ന് പറഞ്ഞു. നിലമ്പൂർ എന്തായാലും LDFന് സിറ്റിംഗ് സീറ്റാണ്. ഇവിടുത്തെ ജനവിധി കൃത്യമായി പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടുള്ള ജനവിധിയായിരിക്കും. അതിന് പിന്നെ സിറ്റിംഗ് സീറ്റിൻ്റെ പ്രശ്നം പറയാനുണ്ട്. ഇതുവരെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു ട്രെൻഡ് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതാണ്. നിലമ്പൂരിൽ മാറും. അത് വലിയൊരു ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുക്കും. പോളിംഗ് ശതമാനവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് കുറച്ചുകൂടെ കണക്കുകൾ പുറത്തു വരാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു പോളിംഗ് എന്ന രീതിയിലേക്ക് മാറും. സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പിന് കാണാത്തൊരു പോളിംഗ് ശതമാനം ഇവിടെ കാണുന്നുണ്ട്. അതുൾപ്പെടെ മുതൽക്കൂട്ടാകുമെന്ന്. അല്ല, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം 80-ൽ ഇതിനേക്കാളും പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് നിലമ്പൂരെന്ന് മാത്രമല്ല എല്ലായിടത്തും ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പോളിംഗ് ശതമാനം കുറയാറുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യതിരിക്തമായി ഒരു നല്ല പോളിംഗ് ശതമാനത്തിലേക്ക് നിലമ്പൂർ ഉയർന്നു. അതിൻ്റെ കാരണം ഈച്ച് ആൻഡ് എവരി ന്യൂക്ക് ആൻഡ് കോർണർ അരിച്ച് പെറുക്കിയിട്ടാണ് UDFൻ്റെ പ്രവർത്തകർ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു നല്ല ഭൂരിപക്ഷത്തിൻ്റെ വിജയത്തിനുള്ള കണക്കുകളും ബൂത്തുകളിൽ നിന്ന് വരുന്നത്. UDFന് മുഴുവൻ വോട്ടുകളും പോൾ ചെയ്തു എന്ന് മാത്രമല്ല, ഒരു കുറച്ച് LDF വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും നന്നായി UDFൻ്റെ പക്ഷത്തേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു നല്ല ഭൂരിപക്ഷം നിലമ്പൂർ ഉണ്ടാകാൻ സാധിക്കും. കുഞ്ഞാപ്പയുമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നയിക്കാറുള്ളത്. ഇത്തവണ കുഞ്ഞാക്കയുടെ അഭാവത്തിൽ കുഞ്ഞാപ്പ കാര്യക്ഷമമായി തന്നെ നയിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. കാരണം മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലൊക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ചിലപ്പോൾ UDFിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില സീറ്റുകളിലൊക്കെ ഉണ്ടാവും. വാർഡുകളിൽ പ്രാദേശികമായ പ്രശ്നങ്ങളായിരിക്കും അതൊക്കെ. പക്ഷേ അതൊക്കെ തന്നെ പറഞ്ഞു തീർക്കൽ. കാരണം അത് കഴിഞ്ഞാൽ 3-4 മാസം കൊണ്ട് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരും. അതിനിടയിലൊരു സമയം ഇത് സെറ്റിൽ ചെയ്യുന്നു. എന്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് കുഞ്ഞാപ്പയും കൂടി ഇരുന്നാൽ ആ പ്രശ്നങ്ങൾ പെട്ടെന്ന് തീരാറുണ്ട്. ഇപ്പോൾ കുഞ്ഞാക്കയില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞാപ്പയുടെ ഒരു വലിയ നേതൃത്വപരമായ പങ്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത വിഷയം തുടക്കം മുതൽ പെൻഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF ഉയർത്തി. മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി ബന്ധം LDF ഉയർത്തി. ഏറ്റവും അവസാനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ RSSുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രസ്താവന. ഇത്തരം വിഷയങ്ങൾ ആണോ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത്? അടിത്തട്ടിൽ നിന്ന് പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അടിത്തട്ടിൽ കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ജനങ്ങളെപ്പോഴും പ്രാധാന്യം കൊടുക്കുക അവർ വർത്തമാനകാലത്ത് നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുണ്ടാക്കുന്ന വിവാദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. നമ്മൾ ഉന്നയിച്ചത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് മറ്റു വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾ നിന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം LDFൻ്റെ ആവശ്യം എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ഈ പറഞ്ഞ ചിന്തയെ അല്ലെങ്കിൽ അവരെ അറിവിനെ മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ചർച്ച വഴി മാറ്റുക എന്ന ബോധപൂർവമായ ശ്രമമാണ് LDF നടത്തിയത്. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും ചെവി കൊടുക്കാൻ പോലും നിലവിലെ വോട്ടർമാർ തയ്യാറായിട്ടില്ല.
മത്സരം നിങ്ങളും എൽ ഡി എഫും തമ്മിലായിരുന്നു. പി വി അൻവറിനെ അപ്പം രണ്ടാം സ്ഥാനത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ പി വി അൻവർ എന്ന് ഞാൻ പറയുന്നില്ല. യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരുന്നു. കുറേ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. ആ സ്ഥാനാർത്ഥികൾ ചിലർക്ക് കൂടുതൽ വോട്ട് കിട്ടും, ചിലർക്ക് വളരെ കുറഞ്ഞ വോട്ട് കിട്ടും. അത്രേ അല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും നല്ല യു ഡി എഫ് വോട്ടുകൾ യു ഡി എഫിൻ്റെ പെട്ടിയിലായിട്ടുണ്ട്. യു ഡി എഫിൻ്റെ വോട്ടുകൾ യു ഡി എഫിൻ്റെ പെട്ടിയിലായിരിക്കും എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് നമ്മോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബശ്ശർ പി അക്ബർ, റിപ്പോർട്ടർ നിലമ്പൂർ.